2 ദിവസം മുൻപ് കൊല്ലം ചെമ്മാമുക്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ യുവതിയുടെ മരണത്തെക്കുറിച്ച് നമുക്ക് വേറെ ഫാമിലി ഡീറ്റെയിലും മറ്റു കാര്യങ്ങളൊന്നും വിശദമായിട്ട് നമുക്കറിയില്ല. പിന്നെ സംഭവമൊക്കെ നടക്കുന്നതിന് കുറച്ചാൾ മുമ്പേ അറിയാം, ഇവിടെ ഇഷ്യൂസ് ഉണ്ടെന്നറിയാം. പല കാര്യങ്ങളും കേസ് കൊടുക്കലും ഒത്തുതീർപ്പും ഒക്കെ വന്നിട്ടുണ്ട് വൈഫും ഹസ്ബൻഡുമായിട്ടെന്നുള്ള വിവരം നമുക്കറിയാം. ഞാൻ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഇവിടെ ഈ വാർഡിൽ, രാജപള്ളി രാജൻ. അപ്പം പിന്നെ ഇത്രയും രൂക്ഷമായിട്ടുണ്ട് വിഷയം അറിയുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ്. പ്രത്യേകിച്ചും ഈ ഇപ്പോഴാണ് പ്രധാനമായിട്ട് അനില കൊല്ലത്ത് കടയെടുത്തതും പോയവരുമൊക്കെ അറിയുന്നത്. സാമ്പത്തികപരമായിട്ടൊന്നും വലിയ മോശമല്ലാത്ത സ്ഥിതി കഴിഞ്ഞു പോവുകയാണ്. പത്മരാജനെ സംബന്ധിച്ച് മോശം അഭിപ്രായം ഈ നാട്ടിൽ പൊതുവെ ഇല്ല. അയാൾ ചില സാമൂഹ്യ പ്രവർത്തനവും ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹിയും കൈത്തല ഗണപതി ക്ഷേത്രത്തിൻ്റെയും മുരുക്കുംകാവ് ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭാരവാഹിയൊക്കെ ആയിട്ട് പോവുകയും അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന നമ്മൾ പൊതുവെ സമൂഹമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ് പത്മരാജൻ. നമുക്കിപ്പോൾ അയാളെക്കുറിച്ച് എന്തോ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അയാൾ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യം അല്ലെ അവരുടെ ഫാമിലിയിലുണ്ടായ ഇഷ്യൂ കൊണ്ട് അയാൾ ചിലപ്പോൾ അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യാത്ത മാനസിക സമ്മർദ്ദം വന്ന് കാണും. അവരുടെ ഭാഗത്തു നിന്നുള്ള വിഷയങ്ങൾ കൊണ്ടുണ്ടായി കാണും. പിന്നെ അനിലയുടെ അമ്മ തന്നെ അനിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ പല ചാനലിലും കിടപ്പുണ്ട്. അങ്ങനെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. പിന്നെ ഹസ്ബൻഡ് പറയുന്ന കേൾക്കാതെ ഇപ്പോൾ പോയി ഒരു കടയിടിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം സ്വാഭാവികമായിട്ടും അവർ സാമ്പത്തിക വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഉള്ള വിഷയം കൊണ്ടായിരിക്കാൻ ചെയ്തെന്ന് വിചാരിക്കുന്നു. അവർക്കാകെ ഒരു കുഞ്ഞാണുള്ളത്, 10-13 വയസ്സും കണ്ടേ ഉള്ളു കുട്ടിക്ക്. 8ാം സ്റ്റാൻഡേർഡിലോ മറ്റും പഠിക്കുകയാണ്. അല്ലാതെ സാമ്പത്തികപരമായിട്ടുള്ള വിഷയം കൊണ്ടായിരിക്കത്തില്ല എന്തായാലും. ഇത് മനുഷ്യരല്ലേ, അന്നേരം പെട്ടെന്നുണ്ടാവുന്ന ചിലപ്പോൾ ഓരോ തീരുമാനങ്ങളനുസരിച്ചായിരിക്കും വന്നത്. കുറേ കാലം കൊണ്ടേ ഉണ്ട് എന്തായാലും ഇവരുടെ ഫാമിലിയിൽ വിഷയം ഉണ്ടെന്നറിയാം. ബാക്കി ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണമെന്ന് വെച്ചാൽ ഞാൻ അവരുടെ വിഷയങ്ങളിൽ ഒത്തുതീർപ്പിന് വന്നിട്ടില്ല. ഇവിടെ കുട്ടിയെത്തുന്ന സാജ മെമ്പറൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ചാനലിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല എന്നും അതിനകത്ത് ഒരഭിപ്രായം നമുക്ക് പറയാനുള്ളത്, പത്മരാജന് വൈഫിനെ വേണ്ടെന്നുണ്ടെങ്കിൽ വൈഫിനെ ഒഴിവാക്കാമായിരുന്നു. അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു സ്ത്രീയെ വഴിയിൽ വെച്ച് ക്രൂരമായിട്ട് ഈ തരത്തിൽ പെട്രോളൊക്കെ ഒഴിച്ച് കത്തിക്കുക എന്ന് പറയുന്നത് അതിനെ നമ്മൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല. സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഒട്ടും അക്കാര്യത്തിൽ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ സ്വയം രണ്ടുപേർക്കും പിരിഞ്ഞ് താമസിക്കാവുന്ന വിഷയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. പ്രകോപനം ഉണ്ടായത് എന്താണെന്ന് അന്ന് സാജ മെമ്പറുമായിട്ട് കൊല്ലത്ത് പോയി മധ്യസ്ഥതയൊക്കെ കഴിഞ്ഞാണ് വന്ന് അവർ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്ന് സാധനങ്ങളും പറക്കി വന്നിട്ട് പിന്നെ കുട്ടിയത് വന്നിട്ട് പോയതാണെന്നാണ് എൻ്റെ അറിവ്. അതിന് ശേഷം ഉണ്ടായതാണ് ഈ സംഭവം. അത് ഈ ദാരുണമായ ഒരു സംഭവമായിട്ട് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഒരു കത്തിച്ച് അത്രയും ഒരു ഇതായിട്ടുണ്ടാവുന്ന ഒരു വിഷയം അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് ഡിവോഴ്സായി താമസിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇപ്പം പ്രധാന വിഷയം എന്ന് പറയുമ്പോൾ കുഞ്ഞാണ്. ആ പെൺകൊച്ചിൻ്റെ ഭാവിയാണ് ഇപ്പോൾ ഇരുളടഞ്ഞതുപോലെ ആയത്. കാരണം അവരുടെ അമ്മാമ്മ എന്ന് പറഞ്ഞാൽ ഈ അനിലയുടെ അമ്മയ്ക്കും അത്ര ഒരു കഴിവുള്ള ഒരു അമ്മയല്ല. അന്നേരം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം ഇപ്പം ഞങ്ങൾ വന്നത് തന്നെ ആ കുട്ടിയെ ഒന്ന് കാണാൻ അതിനെ സമാശ്വസിപ്പിക്കാന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട്. വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളത് എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും അത് വ്യക്തമായിട്ടുണ്ട്. കട ഇട്ടതും ആ വ്യക്തിയായിട്ടാണെന്ന് പറയുന്നത് രണ്ടുപേരൂടെ ചേർന്നാണ്. അപ്പോൾ ആളിനെ നമുക്കറിയില്ല. അതിപ്പോൾ ഈ വിഷയം നടന്നപ്പോഴാണ് എനിക്കറിയാവുന്നത്. അല്ലാതെ അതിനു മുന്നേ ഈ വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ല. അനിലയുടെ മരണത്തിൽ ഭർത്താവ് നിരപരാധിയോ? ഭർത്താവിനെ കുറിച്ച് മുൻ വനിതാ പഞ്ചായത്ത് മെമ്പറുടെ വാക്കുകൾ. മുൻ വാർത്തകളും ഇത് സൂചിപ്പിക്കുന്നു.